ഇല്ല, എനിക്കത് വേണ്ട, എനിക്കത് ഇഷ്ടമല്ല. എന്തൊരു ശിവാനി, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. താനൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അല്ല ത്രിവിക്രം, എനിക്ക് സത്യമായിട്ട് അത് കൊടുക്കട. നമുക്കിഷ്ടമില്ലാത്ത കാര്യമാണെങ്കിലും ചിലർ പറയുമ്പോൾ അത് കേട്ടില്ലെങ്കിൽ തെറ്റായി പോവും. മനസ്സിനും ബുദ്ധിമുട്ടാ, മുന്നോട്ടുള്ള ജീവിതത്തിനും ബുദ്ധിമുട്ടാ. എന്തൊക്കെയാണ് പറയുന്നത്? ഒന്നുമില്ല ബോസ്, എനിക്ക് പഴയൊരു പഴഞ്ചൊല്ല് ഓർമ്മ വന്നു, അതൊന്ന് പറഞ്ഞതേ ഉള്ളൂ, വേറെ ഒന്നും. എന്റെ അമ്മേ, നിന്റെ ഈ പുരാണൊന്നും വേണ്ട. ഇവിടെ ഞങ്ങൾ വന്നിരിക്കുന്നത് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാ. അതിന്റെ ഇടയിൽ നീ ഇങ്ങനെ വന്ന് ഓരോന്ന് പറഞ്ഞ് ഡിസ്റ്റർബ് ചെയ്യലടാ. ഓക്കെ? ശിവാനി, തനിക്കൊരു ഗിഫ്റ്റ് തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. തനിക്ക് എന്താ ഇഷ്ടമുള്ളത്? എനിക്കൊന്നും വേണ്ട. പറ ശിവാനി, പ്ലീസ്. എനിക്ക് നാഗകർണിക പുഷ്പം എന്ന് വെച്ചാ വലിയ ഇഷ്ടാ. താൻ എന്തെങ്കിലും ഡയമണ്ട് നെക്ലസോ റിംഗ് എന്തെങ്കിലും ചോദിക്കുന്നു കരുതിയപ്പോ നാഗകർണിക പുഷ്പം വേണമെന്നോ? എനിക്കത് ഒരുപാട് ഇഷ്ടം. അതും കുറച്ച് സ്പെഷ്യലാ. അത് റെയറാന്ന് ഞാൻ ഏതോ ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ട്. ശരിയല്ലേ? അവനെ കൊണ്ടൊന്നും നടക്കില്ലെന്നാ ഞാൻ വിചാരിച്ചേ. അറ്റ്ലാസ് അവനത് ചെയ്തോളൂ. അവൻ എന്തെങ്കിലും ചെയ്ത് തൃശ്ശൂരിന്റെ ബ്ലഡ് സാമ്പിൾ ഒന്ന് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ സത്യങ്ങളെല്ലാം തെളിയും. അച്ഛനാരാണ് മോനാരാണെന്നുള്ളത് സത്യങ്ങളെല്ലാം തെളിയും. എന്നാൽ ദിഗ്വിജയൻ പറഞ്ഞിരുന്നല്ലോ, തൃശ്ശൂൽ എൻ്റെ മകനാണെന്ന് പറഞ്ഞ് കുറെ നടന്നിരുന്നല്ലോ. അതിന്റെ സത്യം എന്താണെന്ന് ഇപ്പം മനസ്സിലാവും. അവന്റെ മകന്റെ കാര്യം ഇപ്പൊ തന്നെ മനസ്സിലാവും. ദിഗ്വിജയനോട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവനത് വിശ്വസിക്കില്ല. അതുകൊണ്ട് തെളിവ് സഹിതം അവന്റെ മുൻപിൽ പോയി നിന്ന് കഴിഞ്ഞാൽ അവനെല്ലാ കാര്യങ്ങളും മനസ്സിലാവും. അതല്ല, അവൻ അറിയാതെയാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നതെങ്കിൽ അതിന്റെ പിന്നിലാരാണ്, ഈ തെറ്റാരാണ് ചെയ്തതെന്നും മനസ്സിലാവും. ഇതിനെല്ലാം വേണ്ടത് ഒരേ ഒരു കാര്യമാണ്, തൃശ്ശൂലിന്റെ ബ്ലഡ് സാമ്പിൾ. യെസ്, അത് കിട്ടിക്കഴിഞ്ഞാൽ കളി എന്താണെന്ന് ഞാൻ കാണിച്ചത്. കളി എന്തായാലും മാറും. ഇനി ഈ കഥയിൽ പുതിയൊരു ട്വിസ്റ്റ് സംഭവിക്കാൻ പോവുകയാണ്. ചെയ്തോളാം, ഞാൻ ചെയ്തോളാം, ചെയ്ത് കാണിച്ചു കൊടുക്കും. എന്താ ശിവാനി, എന്തു പറ്റി? തനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടല്ലോ. ഞാൻ കുറെ നേരമായിട്ട് ശ്രദ്ധിച്ചോണ്ടിരിക്കുക. താൻ ഭക്ഷണത്തിൽ വെറുതെ കൈവച്ചോണ്ടിരിക്കുന്നല്ലാതെ അതിൽ നിന്നൊന്നും കഴിച്ചിട്ടേ ഇല്ല. അങ്ങനെയൊന്നുമില്ല, ഞാൻ കഴിച്ചോണ്ടിരിക്കുക, കണ്ടില്ലേ? തന്റെ മൂഡ് ശരിയല്ലെന്ന് എനിക്ക് മനസ്സിലായി. ആ മൂഡ് ശരിയാക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറ. ആ, ഒരു സോങ് പ്ലേ ചെയ്താലോ? പാട്ടും കൂടി ആവുമ്പോ കഴിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ഞാൻ പാട്ട് വയ്ക്കാം. ആക്ച്വലി ഞാൻ പാട്ട് വയ്ക്കുന്ന എന്തിനാ? തൃശ്ശൂരിലൂടെ ഉണ്ടല്ലോ. തൃശ്ശൂർ, ഒരു പാട്ട് പാട്. ആയിക്കോട്ടെ ബോസ്, എന്നാ പിന്നെ ഞാൻ പോയി ഗിറ്റാർ എടുത്തിട്ട് വരാം. ശിവന് ഒരു കാര്യം അറിയോ? തൃശ്ശൂരിൽ നന്നായിട്ട് പാട്ട് പാടും. അവൻ പാട്ട് പാടുന്ന ശിവാനി ഇതുവരെ കേട്ടിട്ടില്ലേ? താൻ കേൾക്കാൻ ചാൻസ് ഇല്ല. എന്താന്ന് വെച്ചാ, അവൻ ആരോടെങ്കിലും ഇഷ്ടം തോന്നണം. അവരുടെ മുമ്പിൽ വെച്ച് മാത്രമേ പാട്ട് പാടും. ആൻഡ് എന്റെ മുമ്പിലേ അവൻ പാടിയിട്ടുള്ളൂ. ശിവാനി, ഈ ക്ലൈമറ്റ് ഭയങ്കര രസമുണ്ടല്ലേ? ഈ ടൈമില് ഒരു ഡ്രിങ്ക് കിട്ടിയാൽ നന്നായിരുന്നു. വിത്ത് പെർമിഷൻ ഒരു ഡ്രിങ്ക്സ് കഴിച്ചോട്ടെ? നീ ഡ്രിങ്ക്സ് കഴിക്കുന്നതൊക്കെ നിർത്തിയെന്നാണല്ലോ പറഞ്ഞത്. ആക്ച്വലി നിർത്തിയിരിക്കുകയായിരുന്നു, പക്ഷെ ഈ ഒരു ക്ലൈമറ്റിൽ കഴിച്ചാൽ കൊള്ളാമെന്നൊരു തോന്നല്. മനസ്സെന്ത് പറയുന്നു അത് ചെയ്യുന്നതാ എന്റെ ഹോബി. വിത്ത് യുവർ പെർമിഷൻ, വൺ ഡ്രിങ്ക്. നിന്റെ ഇഷ്ടം പോലെ. താങ്ക് യു.
ഏയ്, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല. ഞാൻ കുടിച്ചോളാം. ശിവാനി, ഇനിയും തന്റെ മൂഡ് ശരിയായില്ലേ? അത് എനിക്കറിയാം തന്റെ മൂഡ് എന്താ ശരിയാവാത്തെന്ന്. അതുകൊണ്ട് തന്റെ മൂഡൊന്ന് ചേഞ്ച് ചെയ്യാൻ എൻ്റെ ഒരു പ്ലാൻ ഉണ്ട്. ആക്ച്വലി തൃശ്ശൂരിൽ ഞാനിപ്പോ ഒരു ജ്യൂസ് കൊടുത്തില്ലേ, അതിൽ ഞാൻ ഡ്രിങ്ക്സ് മിക്സ് ചെയ്തിട്ടുണ്ട്. ത്രിവിക്രം എന്തായി പറയുന്നേ? എന്തിനാ അങ്ങനെ ചെയ്തത്? ജസ്റ്റ് ഫോർ ഫൺ. പാവം കുടിക്കാറില്ലല്ലോ, അത് അറിഞ്ഞിട്ട് നീ. ശിവാനി, കുടിക്കുന്നവരെ കുടിപ്പിച്ചിട്ട് എന്താ രസമുള്ളത്? കുടിക്കാത്തവരെ കുടിപ്പിക്കണം. അപ്പൊ ഉള്ളിലുള്ള സത്യം എല്ലാം പുറത്തു വരും. അത് കേൾക്കാൻ നല്ല രസമായിരിക്കും, അറിയോ? സത്യങ്ങളോ? അതെ. ഒരു ഡ്രിങ്ക് അകത്തേക്ക് ചെന്ന ഉള്ളിലുള്ള സത്യങ്ങളെല്ലാം പുറത്തേക്ക് വരും. താൻ കണ്ടോ തൃശ്ശൂർ ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്? ത്രിവിക്രം എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഇനിയിപ്പോ തൃശ്ശൂർ എന്താണോ പറയാൻ പോകുന്നേ? എന്ത് സത്യങ്ങളാണോ വരുന്നേ? മഹാദേവ, ത്രിവിക്രം എന്തായി കാണിക്കുന്നേ? തൃശ്ശൂർ, നിന്റെ ജ്യൂസ് റെഡി. കുടിച്ചോ. ഇതൊക്കെ എന്തിനാ ബോസ് ചെയ്യുന്നേ? നീ ഞങ്ങൾക്ക് സർവ് ചെയ്ത് തരുന്നല്ലേ, അപ്പൊ തിരിച്ചെന്നാ എന്താ കുഴപ്പം? കഴിക്ക്. അതെ, എപ്പോഴേ വീട്ടിലേക്ക് വരുന്നേ? ഞാൻ എത്ര നേരമായിട്ട് വിളിച്ചോണ്ടിരിക്കുവാ, ഫോൺ എടുക്കുന്നില്ലല്ലോ നിങ്ങള്. അപ്പം മുതലേ ഒരു ടെൻഷനിലാണ് മധു. ഇപ്പോഴാ ഒന്ന് ശ്വാസം നേരെ വിട്ടത്. നിങ്ങൾക്ക് നിങ്ങളുടെ മകനെ കുറിച്ച് ഒരു ചിന്തയില്ല. അതോ മുതലാളിയുടെ വീട്ടിലൊന്നും നടന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഊണുമില്ല ഉറക്കമില്ല. അങ്ങനെയൊന്നല്ല മധു. എനിക്കെല്ലാം അറിയാം, ചുമ്മാ വാദിക്കാൻ വേണ്ടി വരണ്ട. തൃശ്ശൂർ എവിടെയാന്ന് വല്ല വിവരമുണ്ടോ? മുതലാളിയുടെ വീട്ടിലെ കാര്യം മാത്രം ആലോചിച്ചുകൊണ്ടിരുന്നാ പോരാ, തൃശ്ശൂരിനെ പറ്റി അന്വേഷിക്കണം. അവൻ നമ്മുടെ മകനല്ലേ? ഓർമ്മയില്ലാഞ്ഞിട്ടല്ല, അവൻ എവിടേക്കും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. നീ അവനോടത്ത് ടെൻഷൻ ആവണ്ട. ഇവിടെയുണ്ടെന്ന് അപ്പം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുവല്ലേ. ഞാൻ ശിവാനിയുടെ വീട്ടിൽ അവനെ തെരഞ്ഞു പോയതാ. അവൻ അവിടെയും ചെന്നിട്ടില്ല. അവൻ എവിടെയാ പോയത്? അവൻ എങ്ങോട്ടാ പറഞ്ഞയച്ചത്? എന്റെ മധു, അവനും കൊച്ചു മുതലാളിയും ഒന്നിച്ച് ഒരു സ്ഥലത്തുള്ളത്. അല്ലാതെ നീ വിചാരിക്കുന്ന പോലെ വേറെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ അവനോട് സംസാരിച്ചിരുന്നോ? ഞാൻ സംസാരിച്ചൊന്നുമില്ല. കൊച്ചു മുതലാളി വലിയ മുതലാളിയോട് പറയുന്നത് കേട്ടതാ. ആകെയുള്ളൊരു മോനെ കണ്ടിട്ടും സംസാരിച്ചിട്ടും ദിവസം കുറയായി. എന്റെ സങ്കടം നിങ്ങൾക്ക് മനസ്സിലാവില്ല. അവനെ കുറിച്ച് ആലോചിക്കുമ്പോ മനസ്സിലാദ്യാ. എനിക്ക് വേറൊന്നും അറിയണ്ട. അവൻ വീട്ടിലേക്ക് തിരിച്ചു വന്നാലുടനെ അവന്റെ കല്യാണം നടത്തണം. അതെ, കല്യാണം എന്ന് പറഞ്ഞാൽ ഇതെന്താ ചുമ്മാ തമാശാളിയാ? മുതലാളിയുടെ വീട്ടിലെ അവസ്ഥ നിനക്കറിയില്ലേ? ഈ സമയത്താണോ കല്യാണം ആഘോഷമൊക്കെ? അവരെന്ത് വിചാരിക്കും? മുതലാളിയുടെ വീട് രാപകലില്ലാതെ അവരുടെ ചിന്ത മാത്രമേ ഉള്ളൂ. അതെ, ഞാൻ നിങ്ങളോടല്ലേ സംസാരിക്കുന്നത്. നമ്മുടെ മകന്റെ ഭാവി നിങ്ങളുടെ കയ്യിലാ ഉള്ളത്. എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ശിവാനി, ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തില്ല. ആൻഡ് താൻ ഡ്രിങ്ക്സ് കഴിക്കാൻ സമ്മതിച്ചില്ലേ? ഐ എം റിയലി എൻജോയിങ് ലോട്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കൊച്ചു മുതലാളി, നിങ്ങൾ എനിക്ക് എന്താ കുടിക്കാൻ തന്നെ? ജ്യൂസാ? എന്താന്നറിയില്ല, എന്തോ എന്റെ തല കറങ്ങുന്ന പോലൊരു തോന്നല്. അത് ഈ ക്ലൈമറ്റ് ചേഞ്ച് ആയില്ലേ, അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. നീ ഒരു കാര്യം ചെയ്യ്, നീ കുറച്ചും കൂടി കഴിക്കേ, എല്ലാം ശരിയായിക്കോളും. കുടിക്കേ.
കൊച്ചു മുതലാളി, ഈ ജ്യൂസിന് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. ഞാൻ ഇത്ര നല്ല ജ്യൂസ് ഇതുവരെ കുടിച്ചിട്ടേ ഇല്ല. എനിക്ക് ഡാൻസ് കളിക്കാൻ തോന്നുന്നുണ്ട്. അതിനെന്താടാ, കളിക്ക്. Come on, Shivani. Just 2 steps. 2 steps. വാ. ത്രിവിക്രം വേണ്ട. ശിവാനി, എന്താ ഇതൊക്കെ? തനിക്ക് വേണ്ടി ഞാൻ ഇത്രയും അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിട്ട് താൻ വന്നപ്പോ മുതൽ ഡള്ളാണല്ലോ. തനിക്ക് വേണ്ടി ഞാൻ സ്പെഷ്യലായിട്ട് ഫയർ വർക്ക്സ് വരെ ചെയ്തില്ലേ? അത് കണ്ടിട്ട് തനിക്കൊരു സന്തോഷം പോലും തോന്നിയില്ല ശിവാനി. എന്താ തനിക്ക് പറ്റിയേ? കൊച്ചു മുതലാളി, തൃശൂൽ, ഞാൻ ശിവാനിയോട് സംസാരിച്ചോണ്ടിരിക്കുക. എന്താ പറ്റുന്ന പറ ശിവാനി. എന്റെ സർപ്രൈസ് തനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? കൊച്ചു മുതലാളി, ഞാൻ സംസാരിക്കുന്നത് കണ്ടില്ലേ? ശിവാനിക്ക് എന്റെ സർപ്രൈസ് എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാത്തതെന്ന് എനിക്ക് ഇപ്പൊ അറിയണം. ഇയാളിങ്ങനെ മൂഡ് ഓഫ് ആയിരിക്കുന്നതിന്റെ കാര്യം എനിക്ക് അറിഞ്ഞാൽ പറ്റൂ. എന്താ ശിവാനി? അത് എനിക്കറിയാം. കാര്യം എന്താണെന്ന് ഞാൻ പറയാം. ശിവാനി എന്താ ഇതൊക്കെ എൻജോയ് ചെയ്യാത്തെന്ന് നിനക്കറിയാന്നോ? എനിക്ക് എല്ലാം അറിയാം. എന്തറിയാന്ന്? എന്താ ഒക്കെ ഇഷ്ടപ്പെടാത്ത? എന്താന്ന് വെച്ചാ ഈ സർപ്രൈസിന് അത്ര പുതുമയൊന്നുമില്ല. എന്നുവെച്ചാ മാഡം, തൃശൂൽ, ഒന്ന് ചുമ്മാരി മാഡം. പാവ എന്റെ ഈ ചങ്കിന് ഒന്നും അറിയില്ല. ഇന്നെല്ലാം എനിക്ക് തുറന്നു പറയണം. തൃശൂൽ, കുറച്ചു നേരത്തേക്ക് നിനക്കൊന്നും മിണ്ടാതിരിക്കാൻ പറ്റൂ. അല്ല, എന്താ മാഡം ഇങ്ങനെ? ശിവാനി, തൃശൂലിന് എന്തൊക്കെ കാര്യങ്ങൾ പറയാനുണ്ട്, അവൻ പറയട്ടെ. അവിടെ തൃശൂൽ, നീ പറടാ. അത് ആകാശത്തില് പടക്കം കൊണ്ട് പേരെഴുതുന്നത് ആൾറെഡി മാഡം എനിക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞതാണെന്നേ. അങ്ങനെ ഓൾറെഡി അവര് ചെയ്ത കാര്യം വീണ്ടും കാണിച്ചു കൊടുത്താൽ എങ്ങനെ എൻജോയ് ചെയ്യാനാ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ശിവാനി, ഇവൻ എന്തൊക്കെയാ പറയുന്നത്? ഇവന് വേണ്ടി താൻ ഫയർ വർക്ക്സ് ഒക്കെ അറേഞ്ച് ചെയ്തോ? ഇല്ല ത്രിവിക്രം, അതെന്താന്ന് വെച്ചാ അവൻ എന്തൊക്കെയാ പറഞ്ഞോണ്ടിരിക്കാ. അവൻ വെറുതെ നിന്നെ കളിപ്പിക്കാൻ വേണ്ടി. അല്ല എന്റെ ബോസ്, ഞാൻ തമാശ ഒന്നും പറയുന്നതല്ല. ഞാൻ പറഞ്ഞതെല്ലാം സത്യ. എന്റെ ഈശ്വര, ഇവൻ ഇനി എന്തൊക്കെ പറയൂ എന്തോ. പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി. ഇനി എന്താ ചെയ്യാ? തൃശൂൽ, പറ, സത്യം പറടാ. ശിവാനി നിനക്ക് വേണ്ടി അങ്ങനെ ചെയ്തോ? ആന്നേ, ചെയ്തിരുന്നു. സത്യം പറയുകയാണെങ്കിലേ ഇതിനേക്കാളൊക്കെ ഒരുപാട് നന്നായിരുന്നു. ഇപ്പൊ എനിക്ക് മനസ്സിലായി. ശിവാനി വേറെ ആർക്കോ സർപ്രൈസ് കൊടുത്തപ്പോ നീ അങ്ങോട്ട് പോയല്ലേ? അത് നിനക്ക് എന്നാന്ന് നീ വിചാരിച്ചു അല്ല ശിവാനി? നോണയാ. അന്ന് ചെയ്തതെല്ലാം എനിക്ക് വേണ്ടി തന്നെയാ. കൊച്ചു മുതലാളി, അന്ന് അങ്ങനെ ചെയ്തത് എനിക്ക് വേണ്ടിയല്ലായിരുന്നെങ്കിൽ പിന്നെ തന്നെ എന്റെ പേര് എഴുതി വെച്ചേ. നിന്റെ പേരാണ് എഴുതിയ? എന്താ എഴുതിയിരുന്ന? അതായത് മാഡം, ഇനി എന്നെ തടയാൻ നിൽക്കണ്ട. എനിക്കിന്ന് എന്റെ ബോസിനോട് എല്ലാം തന്നെ തുറന്നു പറയണം. പറ തൃശൂൽ, നിന്നെ ഇവിടെ ആരും തടയാൻ പോകുന്നില്ല. എന്താ എഴുതിയിരുന്നത്?
അന്ന് എന്താ എഴുതി വെച്ചതെന്നറിയോ? ഐ ലവ് യു തൃശ്ശൂലെന്ന് എഴുതി വെച്ചിരുന്നേ. ഹേയ് തൃശ്ശൂൽ, നീ എന്നോട് കള്ളം പറയാ. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ശിവാനി എന്തിനാണ് അങ്ങനെ എഴുതുന്നത്? അതെന്തുകൊണ്ടാന്ന് വെച്ചാ ശിവാനി മാഡം ബോസിനോട് ഇഷ്ടാവുന്നതിന് മുൻപ് എന്നോട് ഇഷ്ടത്തിലായിരുന്നേ. നോക്ക് ബോസ്, ബോസിന് മാഡത്തിനോട് ഇപ്പോഴല്ലേ ഇഷ്ടം വന്ന് തുടങ്ങിയത്. പക്ഷേ ഞാൻ ബോസിന് മുൻപ് മാഡത്തെ പ്രേമിച്ചു തുടങ്ങിയതാ. അപ്പൊ ഞാൻ ബോസിനേക്കാളും സീനിയർ അല്ലേ ബോസ്? തൃശ്ശൂൽ, നീ വല്ലാതെ കുടിച്ചിരിക്ക ഇപ്പൊ. ദയവേത് റൂമിൽ പോയി കിടക്കാൻ നോക്ക്. ഞാൻ കുടിച്ചിട്ടുണ്ടെന്നാ? ഏയ് ബോസ്, എന്താ ഇങ്ങനെയൊക്കെ മാഡം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ബോസ് തന്നെ പറഞ്ഞേ, ഞാൻ കുടിച്ചത് ജ്യൂസ് ആയിരുന്നില്ലേ? തൃശ്ശൂൽ, നീ കുടിച്ചത് ജ്യൂസ് അല്ല. ദയവേത് അതും ഇതും പറയാതെ ഒന്ന് ഇവിടുന്ന് പോയി തരൂ. ഒന്ന് പോയേ മാഡം. എനിക്കിന്ന് എന്റെ ബോസിനോട് എല്ലാ സത്യവും തുറന്ന് പറയണം. എന്റെ ബോസ് എല്ലാ കാര്യം ഇന്ന് തന്നെ അറിയാൻ വേണം. കൊച്ചു മുതലാളി എന്നോട് എപ്പോഴും ചോദിക്കാറില്ലേ, നീ ആരെയാ സ്നേഹിക്കുന്നതെന്ന്? അത് വേറെ ആരെയും അല്ല ബോസ്, ഞാൻ സ്നേഹിച്ചിരുന്നത് ഈ ശിവാനിയാ. ഹേയ് തൃശ്ശൂൽ, നീ എന്താ പറയുന്നുള്ള ബോധമുണ്ടോ നിനക്ക്? എന്താ പറയണ ബോസ്? ആ ബോധം എനിക്ക് ഇപ്പൊ ഉള്ളതുകൊണ്ടല്ല എല്ലാ സത്യം തുറന്നു പറയുന്നത്. പറയാം കേട്ടോ. കൊച്ചു മുതലാളി വീട്ടിൽ നിന്ന് ആദ്യം ശിവാനി മേഡത്തിനെ നോക്കി വരാൻ എന്നെ അയച്ചിരുന്നില്ലേ? അന്ന് ഞാൻ ഇയാളെ കണ്ടപ്പോഴേ അതെന്ത് പറയാറില്ലേ, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ, അങ്ങനെ തന്നെ സംഭവിച്ചു. ആദ്യം പിന്നെ ഇയാളെ കാണാൻ എനിക്ക് ചെറിയൊരു കാരണം മാത്രം മതിയായിരുന്നു. ഓടിപ്പോയി ഞാൻ എന്നും ആളെ കാണും. പിന്നെ പിന്നെ ഈ ലവ് വല്ലാതെ അസ്ഥിക്കാൻ കയറി പിടിച്ചു ബോസ്. എന്റെ കാര്യത്തിൽ മാത്രമല്ല, ആൾക്ക് എന്നോടും ഇഷ്ടമുണ്ടായിരുന്നു. ആ